അൽഹംദുലില്ലാ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗം ശുദ്ധമായ വെള്ളം എന്നതിനെ സംബന്ധിച്ചാണ്. വെള്ളം അതിന് വലിയൊരു സ്ഥാനം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല വ അൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, അള്ളാഹു ആകാശത്ത് നിന്നും ശുദ്ധമായ പാനീയത്തെ ഇറക്കിയിരിക്കുന്നു. അഥവാ മഴ വർഷിപ്പിക്കുമ്പോൾ ആ മഴവെള്ളം എന്താണ്? ഏറ്റവും ശുദ്ധമായ പാനീയമാണ്. മഴയെ സംബന്ധിച്ച് അള്ളാഹു മാഅൻ മുബാറക്കൻ എന്നുകൂടി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഐശ്വര്യപൂർണമായ പാനീയവുമാണ് എന്നുകൂടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പാനീയത്തെ ഇറക്കി തരുന്നവനാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ പ്രതിപാദിക്കുമ്പോൾ അവിടെയൊക്കെ തഹൂർ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കാണാം. ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിന് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. വെള്ളം താഹിറായ വെള്ളം, തഹൂറായ വെള്ളം, നജസായ വെള്ളം എന്നിങ്ങനെ 3 പാർട്ടായിട്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വെള്ളത്തിനെ വേർതിരിച്ചിട്ടുള്ളത്. മാഅൻ തഹൂറ, തഹൂറായ വെള്ളം. രണ്ടാമത്തത് ത്വാഹിറായ വെള്ളം. മൂന്നാമത്തത് നജസായ വെള്ളം. തഹൂറായ വെള്ളത്തിന് കൊടുത്തിട്ടുള്ള നിർവചനം, അതിൻ്റെ ഡെഫിനിഷന്, സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളത്തിനാണ് എന്ത് വെള്ളം എന്ന് പറയുന്നത്? തഹൂറായ വെള്ളം. സ്വന്തം ശുദ്ധിയാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ സാധിക്കുന്നത്. അഥവാ നമുക്ക് ഭക്ഷണപാനീയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വുദൂ ചെയ്ത് കഴിഞ്ഞാൽ വുദൂവും ശരിയാകും ആ വെള്ളം കൊണ്ട് വുദൂ ചെയ്ത് കഴിഞ്ഞാൽ. അതിനാണ് എന്തെന്ന് പറയുന്നത്? തഹൂറായ വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ വുദൂവിൻ്റെ ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്തുമാണെന്ത്? വെള്ളം തഹൂറായിരിക്കൽ, വെള്ളം ശുദ്ധമായിരിക്കുക എന്നുള്ളത്. അപ്പോൾ തഹൂറായ വെള്ളത്തിന് തന്നെ കുറേ പാർട്ടുകളുണ്ട്. ഏകദേശം 7ഓളം പാർട്ടുകൾ തഹൂറായ വെള്ളത്തെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. ആ തഹൂറായ വെള്ളത്തിൽപ്പെട്ടതാണ് ഒന്ന് മഴവെള്ളം. മഴവെള്ളം എന്താണ്? തഹൂറാണ്. രണ്ടാമത്തത് മാ ഉൽ ആബാർ, കിണറ്റിലുള്ള വെള്ളം. ശരിയല്ലേ? ബിറിലുള്ള വെള്ളം, കിണർ കുഴിച്ചുണ്ടാക്കുന്ന കിട്ടുന്ന വെള്ളം എന്താണ്? അതും ശുദ്ധമായ വെള്ളമാണ്. അതുപോലെ തന്നെയാണ് മാ ഉൽ ബിഹാർ, കടൽ വെള്ളം. കടൽ വെള്ളം എന്താണ്? ശുദ്ധമായ വെള്ളമാണ്. കടൽ വെള്ളം കൊണ്ട് വുദൂ ചെയ്താലും വുദൂ ശരിയാകും. കടൽ വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിലും അതതിൻ്റെ നാച്ചുറൽ വെള്ളമാണ് എന്നതിനാലാണ്. അതുപോലെ തന്നെ മാ ഉൽ അൻഹാർ, നദിയിലുള്ള വെള്ളം, ഒഴുകി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതും എന്താണ്? ശുദ്ധമായ വെള്ളമാണ്. അപ്രകാരം തന്നെ മാ ഉൽ ഒയൂൻ, ഉറവ വെള്ളം. ഉറവ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒഴുക്കുണ്ടാവില്ല, എവിടുന്നെങ്കിലൊക്കെ ചെറുതായിട്ട് ഉറവ് പൊട്ടി വരുന്ന വെള്ളം, അതും എന്താണ്? ശുദ്ധമായ വെള്ളമാണ്. അപ്രകാരം തന്നെ മാ ഉൽ സൽജ്, നമ്മൾ ആലിപ്പഴം വീണ്ടും ഉണ്ടാകുന്ന വെള്ളമില്ലേ, ആ വെള്ളവും എന്താണ്? ശുദ്ധമായ വെള്ളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ശുദ്ധമായ വെള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വുദൂ ചെയ്യാം. ഇനി അതിലെന്തെങ്കിലുമൊക്കെ പകർച്ച ഉണ്ടായാലും ശരി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചില പുഴകൾ നോക്കിയാൽ, അല്ലെങ്കിൽ ചില കെട്ടിക്കിടക്കുന്ന എന്താണ് കുളങ്ങളിൽ പച്ച കളറാണ് ഉണ്ടാകുക, അതതിൻ്റെ പായൽ കൊണ്ടായിരിക്കും. മറ്റ് ചില ഒഴുകി വരുന്ന പുഴയിൽ നിന്ന് വരുന്നതൊക്കെ ചിലപ്പോൾ മണ്ണ് കലർന്നുകൊണ്ട് മണ്ണിൻ്റെ നിറം ഉണ്ടാവും. അങ്ങനെ കലർന്നതിൻ്റെ പേരിൽ എന്തില്ല? മണ്ണ് കലർന്നുകൊണ്ടോ അല്ലെങ്കിൽ പായൽ പച്ച കലർന്നുകൊണ്ടോ ആ വെള്ളം ശുദ്ധമല്ല എന്ന് പറയാൻ കഴിയില്ല. അതിനെക്കൊണ്ട് എന്ത് ചെയ്യാം? വുദൂ ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ രസമുണ്ടെങ്കിലും അതും എന്താണ്? ചില വെള്ളങ്ങൾ, ഇപ്പോൾ ഇവിടുത്തെ ചില കുളത്തിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ ഭയങ്കര ചവർപ്പായിരിക്കും, നമുക്ക് വായ കുപ്പിളിക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പം അങ്ങനത്തെ വെള്ളം എന്താണ്? ഉപയോഗിക്കുന്നുണ്ട് തെറ്റ്. കാരണം അതൊക്കെ അതിൻ്റെ അസ്ലിയത്തിൽപ്പെട്ടതാണ്. അസ്ലിയത്തിൽ വ്യത്യാസം ഇല്ലാത്ത ഒറിജിനാലിറ്റിയോടുകൂടി വരുന്ന വെള്ളമായതുകൊണ്ട് അത്തരം വെള്ളം ഉപയോഗിക്കാമെന്നുള്ളതാണ്. എന്നാൽ വെള്ളത്തിന് പകർച്ചയാക്കി കഴിഞ്ഞാൽ, പകർച്ച 2 രീതിയിലാകാം. ഒന്ന് ശുദ്ധമായൊരു വസ്തു കൊണ്ട് പകർച്ചയാകാം, അല്ലെങ്കിൽ നജസായ വസ്തു കൊണ്ട് പകർച്ചയാകാം. നജസായ വസ്തു കൊണ്ട് പകർച്ച കഴിഞ്ഞാൽ തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ശുദ്ധമായൊരു വസ്തു കൊണ്ട് പകർച്ചയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്ത് അത് വുദൂ ചെയ്യാൻ പര്യാപ്തമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ചെറുനാരങ്ങയും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്താൽ എന്തായി മാറിയത്? അത് നാരങ്ങ വെള്ളമായി മാറി അല്ലേ? ഇതേപോലെ തന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഒന്ന് പകർച്ചയായി കഴിഞ്ഞാൽ അതെന്താണ്? വുദൂ ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, ഇതുകൊണ്ടൊന്നും നമുക്ക് വുദൂ ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്തായി? പകർച്ചയായി, നമ്മളൊരു കൈകടത്തൽ കൊണ്ട് പകർച്ചയാക്കിയ വെള്ളം എന്നതിനാലാണ് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത്. ഇനി നജസ് കൊണ്ട് പകർച്ചയായാലോ അത് തീരെ പറ്റില്ല.
അപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളത്തിന് 3 വിഭാഗമാണ്. ഒന്ന് തഹൂർ, രണ്ടാമത്തത് ത്വാഹിർ. ത്വാഹിർ എന്ന് പറയുന്നതാണ് ഈ ഞാൻ നേരത്തെ വിശദീകരിച്ചത്. അതായത് സ്വന്തം ശുദ്ധിയുണ്ട്, കുടിക്കാം നാരങ്ങ വെള്ളം പോലെ കഞ്ഞിവെള്ളം പോലെ, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ സാധിക്കുകയില്ല. അതാണ് അതിൻ്റെ നിർവചനം. ത്വാഹിറായ വെള്ളത്തിൻ്റെ നിർവചനം സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ സാധിക്കാത്തതുമാണ്. മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ സാധിക്കാത്തതുമായ വെള്ളം കൊണ്ട് വുളു ചെയ്താൽ വുളു ശരിയാവുകയില്ല. മൂന്നാമത്തത് നജസ്. നജസ് എന്ന് പറയുന്നത് ഒന്നിക്കിൽ ഐൻ നജസ് തന്നെ, അതൊരു വെള്ളം പോലെയാണ്, അല്ലെങ്കിൽ ആ ഐൻ നജസ് പിന്നെ എന്തിൽ വീണു, ശുദ്ധമായ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതെന്തായി, നജസായി. അങ്ങനെയുള്ള വെള്ളവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വുളു ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞ വെള്ളം, കൂടുതൽ വെള്ളം എന്ന് മറ്റ് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊല്ലത്തിൽ കൂടുതൽ വെള്ളമുള്ള ആ വെള്ളത്തിനകത്ത് നജസ് വീഴുന്നാൽ തന്നെ അതെന്താവില്ല എന്നാണ്, നജസാവില്ല ആ വെള്ളം. ശരിയല്ലേ? അതേസമയത്തിൽ പകർച്ചയായി കഴിഞ്ഞാലോ നജസായിപ്പോൾ. 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ നജസ് വീഴുമ്പോൾ തന്നെ എന്തായി, നജസായി. നജസ് വീണ വെള്ളം അത് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കാനും പറ്റാത്ത വെള്ളമാണ് നജസായ വെള്ളം. വഹുവൽ മാഉല്ലദി തഗയ്യറ ലൗനുഹു ഔ തുഅമുഹു ഔ റിഹുഹു ബിനജാസത്തിൻ സവാഉൻ കാനൽ മാഉ ഖലീലൻ അം കസീറൻ. വെള്ളം കുറച്ചായാലും ശരി കൂടുതലായാലും ശരി നജസ് വീണ് പകർച്ചയായി കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ നജസായിട്ട് തന്നെയാണ് പരിഗണിക്കുക. ഇനി ഒരു സ്ഥലത്ത് നജസായി കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മൾ വൃത്തിയാക്കുമ്പോൾ എന്തൊക്കെ നീങ്ങണം? 3 കാര്യങ്ങൾ നീങ്ങണം. ഒന്ന്, അതിൻ്റെ രുചി നീങ്ങണം, അതിൻ്റെ മണം നീങ്ങണം, അതിൻ്റെ നിറം നീങ്ങണം. ഈ 3-ൽ ഏതെങ്കിലും 2 നീങ്ങിയാലും ശുദ്ധമായി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മനസ്സിലായില്ലേ? നജസ്സിൽ മണവും അതേപോലെ തന്നെ നിറവും നീങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധമായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും 2 നീങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധമായി എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. നജസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ നജസ് വീണ് കഴിഞ്ഞാൽ ആ നജസ്സിനെ ശുദ്ധിയാക്കാൻ നിറം, മണം, രുചി ഇവ എന്ത് ചെയ്യണം, നീങ്ങണം. മാറിക്കഴിഞ്ഞാൽ അതെന്തായി, നമുക്ക് ശുദ്ധിയായി എന്നർത്ഥം. അള്ളാഹു കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.